അത് തന്നെ അമ്മച്ചി, ഞാൻ ഇതിട്ടിട്ട് ഇങ്ങോട്ട് വരാം. അപ്പാ അത് ഞാൻ ഇട്ടോളാപ്പാ. ഡാ, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. മോനെ സൈമ, ഇത് ഇതുമ്മ ആത്തിയ പോരെ? അമ്മാമേ, ആ സ്റ്റാർ അവിടെ ഇട്ടാ മതി ഒന്നപ്പൻ. എടാ, അത് കുറച്ചുകൂടി മോളോട്ട് കയറ്റി കെട്ടാൻ പറ്റുമോ നോക്കിയേ. ഈയാനെ കോണി ഒന്ന് പൊക്കിയെന്നാടാ. ഇത് പിടിക്കപ്പാ. ആ പൊക്ക് പൊക്ക് പൊക്ക്, നേരെ 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 പൊക്ക്, നേരെ പൊക്ക്. ആ നേരെ. ആ ഒന്നോടെ. വല്യമ്മച്ചി ഈ വൈക്കോന്ന് മതിയാ? നീ ആ കൃഷ്ണന്റെ അവിടെ പോയി, അവർക്ക് മക്കിയത്തൂറുണ്ട്, അവിടുന്ന് കുറച്ച് വലിച്ചോണ്ടോ നീ അല്ലേ. അപ്പാ ഇനിയും കൊറേ മാൽബ ഇടാണ്ടല്ലപ്പാ. അപ്പ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് നമുക്ക് പൊളിക്കണം ട്ടാ. പിന്നല്ലാണ്ട് നമ്മള് പൊളിക്കടി, എല്ലാവരെക്കാട്ടിലും അടിപൊളിയാക്കും നമ്മള്. അതെ, പൊളിക്കലൊക്കെ പിന്നെയാകാം. അപ്പനും മോനും കൂടി താഴേക്ക് ഇറങ്ങിക്കേ, അതിന്റെ മുകളിൽ നീ വീഴാൻ നിക്കണ്ട. നീ ഇറങ്ങിയാ സൈമ? ആ അപ്പനും ഇറങ്ങിക്കോ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. സ്വർഗസ്നായ പിതാവേ, ഞങ്ങളുടെ നാം പോയതാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണമേ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അമ്മയുടെ സ്ത്രീകളുടെ മനുഷ്യരാകുന്നു, അമ്മയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. സന്തോഷമായി തന്നതിനെ സ്വീകരിക്കും ബാലകരാണ്. അപ്പ സണ്ണി ഇറങ്ങാൻ നിക്കാ. മോളെ ഒന്ന് ചായ കൊടുത്തില്ലേ? ആ ചായ കൊടുത്തോപ്പാ. ഇരിക്കി ഇരിക്കി, എന്താ അത്ര തിരക്കി പോവാൻ? അവിടെ അവളും പിള്ളേരും മാത്രല്ലേ ഉള്ളോ? ആ, എല്ലാരും സുഖായിരിക്കില്ലേ? ഇരിക്കി. നിനക്ക് അവളെയും പിള്ളേരെയും കൊണ്ടുവരായിരുന്നില്ലേടാ? അവളുടെ അനിയത്തിയുടെ കിട്ടുന്ന അവരൊക്കെ വരുന്നുണ്ട് മാമേ. അവളെ കൂട്ടി ഞാൻ പിന്നീട് വരാം. പോട്ടടി ഞാൻ അളിയാ, പോയിട്ട് വരാം. മാമേ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് അതാ മോളെ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് പാപ്പ. വെക്കേഷൻ അങ്ങോട്ട് വന്നോളൂട്ടാ. അങ്ങോട്ട് വരണ്ട അച്ഛാ. എമിലിയെ നമുക്ക് അങ്ങോട്ട് പോണണ്ടാ. എലിസബത്തിനെ വിളിച്ചാ നീ? അവള് പുറപ്പെട്ടിണ്ടപ്പാ. സോളമനാ? അവൻ പറവട്ടാണ്ടിയിൽ എത്തിയെന്നോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ വണ്ടിയിൽ സൗണ്ട് ആണെന്നുകൊണ്ട് കേൾക്കുന്നുണ്ട്. ഹാപ്പി ക്രിസ്മസ് അപ്പാ. ഹാപ്പി ക്രിസ്മസ് മോളെ. അപ്പാപ്പനോട് ഹാപ്പി ക്രിസ്മസ് പറയുമോനെ. അപ്പാപ്പ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് മോനോ. വാ പാപ്പന്റെ അടുത്തേക്ക്. അപ്പാപ്പ ഹാപ്പി ക്രിസ്മസ്. അച്ഛന്റെ പൊന്നും ഉമ്മ. വാ മക്കളെ. ഉമ്മ. മാനുലേട്ടാ, മാനുലേട്ടോ, കുഞ്ഞാമെത്തിണ്ടേ. ആ രാമനാ, ആ ഒരു മിനിറ്റ് കേട്ടാ, കേറിയിരിക്കും. ഹാപ്പി ക്രിസ്മസ് കുഞ്ഞിരാമ. ഓ സന്തോഷം. എല്ലാ വർഷം പറയുന്ന പോലെ ഈ വർഷം ഞാൻ പറയുന്നില്ല കേട്ടാ. പറയണ്ട മാനുവേട്ടാ, വേണ്ട. ഈ തന്ന കാശ് ഞാൻ ഒരിക്കലും കള്ളിനായിട്ട് ഉപയോഗിക്കില്ല. പറയുമ്പോ ഞാനൊരു കള്ളുടിക്കാരനാ. ഈ നീട്ടിയ കാശും ഈ കേക്കും ഇതെന്റെ മക്കൾക്കുള്ളതാ. അതെന്നോടുള്ള പേടിയോണ്ടാ. എന്നാലും നീ കള്ളുടി നിർത്തില്ലല്ലേ കുഞ്ഞിരാമ? അതൊരു ശീലായി പോയില്ലേ. കള്ളിനുള്ള കാശ് ഞാൻ വേറെ കരുതിയിരുന്നു. മോള് വരുന്നുണ്ടല്ലോ. ഹാപ്പി ക്രിസ്മസ് മോളു. ഹാപ്പി ക്രിസ്മസ് അപ്പാ.
അപ്പാപ്പന്റെ ലിബ്രൂട്ടാ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. കുഞ്ഞിരാമേട്ടാ ഓ ഹാപ്പി ക്രിസ്മസ്. ഓ ഡോക്ടർ ഹാപ്പി ക്രിസ്മസ്. സാവിത്രിയേച്ചി എന്ത് പറയണേ? ആ സുഖമായിട്ട് ഇരിക്കണ്. മോൾക്ക് കല്യാണാലോചനയൊക്കെ വരുന്നുണ്ട്. സാറിന്റെ വിശേഷം എന്താ? ആ സുഖായിരിക്കണേ. ഫെബ്രുവരി വരുന്നുണ്ട്. മക്കൾക്ക് കരിക്കിട്ട് തട്ടെ, പതിവ് കൊടുക്കണ്ട. ഇന്ന് ക്രിസ്മസ് അല്ലേ, അതൊന്നും വേണ്ട. ലിബ്രു ഇതന്നെ. അപ്പാപ്പന്റെ മോളോട് പ്രായോ കുഞ്ഞിരാമേട്ടാ ഒന്നും മറന്നില്ല എന്റെ പൊന്നുമോള്. മോൾക്ക് നല്ലതേ വരും. ഇട്ടുപ്പേ ഞാൻ കേക്ക് കഴിക്കാണ്ട് വട്ടയപ്പറിച്ച് കഴിച്ചേ. നോയമ്പോടുണ്ട് നമുക്ക് കഴിക്ക് വേഗം. ഇവിടെ അപ്പാപ്പന്റെ പേരിട്ടിട്ടുള്ളതാണ് പേരുവാശി. ആ പേര് നിലനിർത്തണ്ടേ? നന്നായി കഴിക്കേ കേട്ടാ. ആ വല്ലപ്പം പറഞ്ഞത് കേട്ടില്ലേ? ഇട്ടുപ്പ് വട്ടപ്പം കഴിക്ക്, അപ്പാപ്പന്റെ പേര് കളയരുത്. അതെ. കഴിക്ക്. പണ്ട് അപ്പാപ്പനുള്ള കാലത്തായിരുന്നു നൊയമ്പ്. ഓ അതൊക്കെ ഒരു കാലം. അന്നത്തെ കാലത്തെ നൊയമ്പായിരുന്നു ഒരു നൊയമ്പ്. അതൊക്കെ വലിയൊരു ആഘോഷമായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നൊക്കെ എന്ത് നൊയമ്പ്? കള്ളു നോമ്പായി, മീൻ നോയമ്പായി, ഇറച്ചി നോയമ്പായി. എടുത്താ പറയാ എടുത്തു, ഇല്ലെങ്കിൽ അതും ഇല്ല. ഞാൻ ഓർക്കുക ഈ ആളുകളൊക്കെ എന്തിനാ കഷ്ടപ്പെട്ട് നോമ്പെടുക്കണേ. പാലിക്കപ്പെടേണ്ടത് പാലിക്കപ്പെടാതിരുന്നാലേ അതാണ് പാപം. സാമൂഹ്യത്തിന്റെ കുറവ് തന്നെയാണ് കേട്ടോ. മോളെ നീ അവനെ വിളിച്ചിരുന്നോ? അമ്മ അപ്പനെ വീഡിയോ കോളൊന്ന് വിളിക്കോ? അപ്പനെ വിളിക്കുന്നേ, അപ്പനെ വിളിക്കും. അപ്പനെ വിളിക്കാൻ പറ്റില്ല പിന്നെ. ഇന്നേ അപ്പന അവിടെ ഡ്യൂട്ടി ടൈമാ, പേഷ്യൻസ് ഉണ്ടാവും. അപ്പനെ തന്നെ മോളെ അപ്പനൊരു കഷ്ണം തന്നെ വട്ടയപ്പം. സിറിലെ കുറച്ച് പേരെ എടുത്തേ. വേണ്ട വലിയ എന്താടാ? മോനെ വേണ്ടാന്നല്ല, മതിന്ന് പറയാം. നല്ല ഭാഷ പറഞ്ഞ് പഠിക്കണം എല്ലാവരും കേട്ടാ. ശരിയാ പാപ്പ. എമി നിങ്ങൾ കഷ്ണം വട്ടം വെക്കട്ടെ. അന്നാ വേഗം പോയി കൈയഴുക. ചേച്ചി ഇരിക്കും. ചേച്ചി നിങ്ങക്ക് കുറച്ച് ഇറച്ചിരിക്കട്ടെ. വേണ്ട ജെസ്സി, കഴിക്കട്ടെ സോളമാ. നിങ്ങൾ കഷ്ണം വട്ടം തരട്ടെ. മതി ഞാൻ കുറച്ച് കറി വേമ്പെടുത്തെ. മതി കേട്ടി, മതി എല്ലാരും കൂട്ടി കഷ്ണം മതി മതി കഴിച്ചു. മതി മതി. ഞാൻ ഇന്നലെ പള്ളി വെച്ച് നമ്മുടെ ശീലന കണ്ടു വെച്ചായ. അവളുടെ കാര്യം ഭയങ്കര കഷ്ടാ. കഷ്ടം അത് പറഞ്ഞിട്ട് എന്താ കാര്യം? കുടിച്ചു മരിച്ചതല്ലേ അവൻ. അവന്റെ അപ്പന്റെ ഗതി തന്നെ അവനും. എന്താ ചെയ്യ, അരിയറ്റാണ്ടാ ചെറുപ്പം. ആ ബന്ധം വേണ്ട, ഞാൻ അന്നേ പറഞ്ഞതാണ്. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യണ്ട് ചായ. അതൊക്കെ ഓരോരുത്തരുടെ യോഗാണ്. കേട്ടോ സോഫി, നമ്മുടെ എലിസബത്തിന്റെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ സാമുവലിനോട് നമ്മുടെ അപ്പനും അമ്മാമിയും ഒരേ ഒരു ചോദ്യം ചോദിച്ചോളൂ, നീ കള്ളു കുടിക്കോ? അതിന് അവൻ പറഞ്ഞ മറുപടി എന്താന്നറിയോ? എനിക്ക് ഓർമ്മയില്ല എലിസത്. ഓർമ്മയുണ്ടോന്നാ? നല്ല കഥയുണ്ട്. അന്ന് ഇതൊക്കെ കേട്ടിട്ട് സാമുവൽ ഒരു നോട്ടം നോക്കിയിട്ടുണ്ടേ. എന്നിട്ട് എന്തുണ്ടായി നാത്തൂന്? എന്തുണ്ടാവാൻ, അവനങ്ങോട്ട് വയർത്തു. എന്നിട്ട് നീണ്ടു നിവർന്ന് ഇരുന്നിട്ടൊരു പറച്ചിലാണ്, ഞാൻ ഡോക്ടറാണെന്ന്. ഉരുളയ്ക്ക് ഉപ്പേര് അമ്മമ്മേരെ വക. നീ കളക്ടറാണെങ്കിലും കള്ളു കുടിക്കണ ഒരുത്തനാണെങ്കിൽ ഈ കുടുംബത്തിൽ നിന്ന് വന്നു തരില്ലാന്ന്. അന്നൊരു നോട്ടം നോക്കിയിട്ടുണ്ട് സാമുവൽ തന്നെ. അത് പറഞ്ഞ് ഞാനിപ്പ ഇപ്പോഴും കളിയാക്കും. അതൊക്കെ നമ്മുടെ സുഹൃത മക്കളെ. ഒരു തുള്ളി പോലും മദ്യം കഴിക്കാത്ത നല്ലൊരു ഡോക്ടർ പയ്യനെ നമുക്ക് കിട്ടിയില്ലേ? ചേരുമ്പടി ചേരും അമ്മേ. അതിലെനിക്ക് തെറ്റുപറ്റിയത് രണ്ട് കാര്യത്തിലാ. ഒന്ന് നിന്റെ കാര്യത്തിലും പിന്നെ എന്റെ പെങ്ങളുടെ കാര്യത്തിലും. എന്താ ചെയ്യാ? അതിന് വീട്ടിലുള്ളവര് കള്ളു കുടിക്കണേന് ഞാൻ എന്താ പഴച്ചപ്പാ? അരി എത്താണ്ട് പോയില്ലേ എല്ലാവരും? അപ്പനും പോയി, ആങ്ങളന്മാരും പോയി. നിന്നെ പറഞ്ഞല്ല മോളെ. എന്താ ചെയ്യാ, ഓരോരുത്തരുടെ യോഗം. അച്ഛനിപ്പ എങ്ങനെയുണ്ടപ്പാ? ലൂക്കാസ് അങ്ങനെ തന്നെ. ഓരോ ദിവസം ചെല്ലുന്തോറും അച്ഛന്റെ ബോഡി ഇങ്ങനെ വീക്കായോണ്ടിരിക്കുക. സർവീസിലുള്ള കാലത്ത് ഇത്ര സുന്ദരൻ ആ ഇടവകലിനായിരുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്ന ആളായിരുന്നു ലൂക്കച്ചൻ. പുലി എന്ന് പറഞ്ഞ പൊപ്പുലി. എവിടെ ഒരു വിശേഷം ഉണ്ടെങ്കിലും അതിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു അന്നൊക്കെ.
നമുക്കൊന്ന് അച്ഛനെ പോയി കണ്ടാലോ ഒന്ന്? മുറിക്കമ്മ ഒരു അപ്പാപ്പനെ കാണാൻ. പോണം മക്കളെ, ഞാൻ ഊണ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചേ. എന്തായാലും നമുക്ക് ഇപ്പൊ തന്നെ പോവാം. പോവാ. എന്നാ ഞാനും തയ്യാറാവട്ടെ. സോഫി ഒന്ന് വന്നേടി. ചേച്ചി എനിക്കൊരു സാരി തന്നെ. വരുന്ന വഴിക്ക് വെള്ളം തട്ടിട്ടെന്റെ ചെളിയായി സാരിയില്. അതിനെന്താ മോളെ, വാ. അമ്മച്ചി, അമ്മച്ചി വരുന്നുണ്ടോ ഞങ്ങളിപ്പോ? ഓ ഇല്ലടാ, എനിക്ക് വയ്യ. നീ അത് കാണാൻ എനിക്ക് വയ്യ. ഞാൻ വന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. മക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യും, അമ്മാമിക്ക് കൂട്ടായിട്ട് ഓടി ഇരുന്നോളാം. ഓക്കെ, ഞാൻ ഡ്രസ് മാറ്റാണ്. ആ ശരി, ചെല്ലാം. നീ പോയിട്ട് വാ. അമ്മാമേ കുഞ്ഞോ എന്ത് പറഞ്ഞു അമ്മായി? എന്ത് പറയാനോ മക്കളെ, കയറി പോയോ? അമ്മായി ക്ഷീണിച്ചുട്ടാ. ഞങ്ങൾ ഇന്നാള് വന്നേക്കാളും നന്നായി ക്ഷീണിച്ചു അമ്മായി. അമ്മായിക്ക് ക്ഷീണൊന്നുമില്ല, അമ്മായി ഉഷാറാണ്. അച്ഛനെവിടെ അമ്മായി? അച്ഛനവിടെ ഉണ്ട്. ഒരു പെണ്ണുണ്ടായാൽ മതി, തകഞ്ഞിരുമൊക്കെ നമ്മളെ മത്തായി നടത്തു. നീ വീണ്ടും കള്ളൂടി തുടങ്ങിയല്ലേ ലൂക്ക? ഇല്ല ചുമ്മാ എന്തൊട്ട് ചുമ്മാ, നിന്റെ ക്ലാസ് അല്ലേ ഇരിക്കണത്? ഞാനൊരു അല്പം. സാറ് കഴിക്കൂ സാറേ. നിങ്ങളാരാ? ഞങ്ങൾക്ക് ആരും മനസ്സിലായില്ലല്ലോ. ഇത് നമ്മുടെ വില്ലേജ് ഓഫീസർ മത്തായി സാറ്. അറിയില്ല എല്ലാവർക്കും. ലാസ്റപ്പാ, ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് കള്ളുടിക്കുന്നത് ഞാൻ തെറ്റാന്നൊന്നും പറയില്ല. പക്ഷെ നീ അപ്പനെ ഇരുത്തിയിട്ട് കള്ളുടിക്കുന്നുണ്ടല്ലോ, അത് പനിച്ചെറ്റത്തരാണ് കേട്ടാ. ഇന്ന് ക്രിസ്മസ് അല്ലേ സൈമൻ ചേട്ടാ? മേശം നിറവ് കള്ളും കുപ്പി. ചേട്ടന് വേണ്ടി ഞാനാ ഇത് കൊണ്ടുവന്നേ. കോച്ച, അടുത്ത വർഷം ചേട്ടനുണ്ടാവുമെന്ന് ആർക്കറിയാം. അപ്പൊ നീ ചേട്ടനെ ഈ വർഷം തന്നെ തട്ടിക്കളയാൻ തീരുമാനിച്ചു അല്ലേ? അതെന്താളീ അങ്ങനെ പറയുന്നത്? ലിവർ സിറോസിസ് എന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ തന്നെ ലിവർ മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചതാണ്. ചേട്ടന്റെ പേടി കൊണ്ട് ചേട്ടൻ തന്നെയാണോ വേണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങളുടെ അപ്പനെ പൊന്നു പോലെ നോക്കുന്നുണ്ട്. ആ പൊന്നിൻ കുരിശി മുത്തപ്പൂ പൊന്മല കയറ്റവും, ആ പൊന്നെ കുരിശി മുത്തപ്പൂ പൊന്മല കയറ്റവും. പുൽപ്പരാശൻ സാറിന് ഒരു പെങ്ക് ഒഴിക്കട്ടെ. പെഗോ, പെഗിന്റെ അർത്ഥം അറിയോടാ നിനക്ക്? നിനക്കറിയോടാ മത്തായി? പെഗ് എന്ന് പറഞ്ഞാല് പ്രീഷ്യസ് ഈവനിങ് ഗ്ലാസ് എന്നാണ്. അമൂല്യമായ ഈവനിങ് ഗ്ലാസ്. ഈവനിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്ലാസ്. ഇപ്പൊ സമയം എത്രയാടോ? സമയം എത്രയായി? 11:30. 11:30 എന്ന് പറഞ്ഞാൽ രാവിലെ 11:30. അപ്പൊ പെഗ് ശരിയാവോടോ? അപ്പൊ സാറിനൊരു ലാർജ് കൊടുക്ക്. ലാർജോ? അത് നിന്റെ അപ്പനെ കൊണ്ടെടുക്ക്. ഒരു പെഗ് എന്ന് പറഞ്ഞാൽ 30 മില്യ. ഒരു വലിയ പെഗ് എന്ന് പറഞ്ഞാൽ 60 മില്യ. ഒരു തഹസിൽദാറായ എന്നെ നിങ്ങളൊരു ലാർജ് എന്നിട്ട് വിൽക്കാൻ നോക്കുക. ആ പേടിച്ചാ? ഓടിക്കടാ. സോറി സാറേ, എളാ മുട്ടിച്ചു ചോദിച്ചേ. എളാപ്പനാണോ ഒഴിക്കണേ? ഒഴിക്കണേപ്പാ. ഒഴിക്ക് ഒഴിക്ക്. വളർത്ത അമ്മ കുറച്ച് ആക്കർഷിച്ചു. ഇരിക്കു ചേട്ടാ. ഈ കള്ളുടിയന്മാരെടുത്താ കള്ളുടിയന്മാരാ? കള്ളോളം നല്ലൊരു പാനീയം ഭൂലോകത്തില്ലടി പെണ്ണേ. കള്ളോളം നല്ലൊരു പാനീയം ഭൂലോകത്തില്ലടി പെണ്ണേ. കള്ളോളം നല്ലൊരു പാനീയം
ഭൂലോകത്തില്ലടി പെണ്ണെ. അതെ വരുന്നല്ലോ. എന്താ കിട്ടി? എന്തെന്താ വിശേഷങ്ങളൊക്കെ? ലിസ, എങ്ങനെയുണ്ട് നിന്റെ ജോലിയൊക്കെ? നാളെ എക്സാം തുടങ്ങല്ലേ സൈമേട്ടാ, പിടിപ്പത് പണിയാ. അച്ഛാ, ഞാൻ അപ്പത്തിന് കണ്ടുവരാം. അപ്പം കുടിച്ചാ മോനെ പിന്നെന്തിനാ അവിടെ വന്നിരിക്കുന്നത്? എളയപ്പൻ അറിയില്ലേ അപ്പം കഴിക്കാൻ പറ്റിയെന്നുള്ളത്? ഇങ്ങനെ സാഹചര്യം ഉണ്ടാക്കണ അവിടെ. അപ്പം വെറുതെ കമ്പനിക്ക് വന്നിരിക്കണടാ. എന്നിട്ട് കമ്പനി ഇങ്ങനെ എന്തിനാ കഴിക്കുക? അപ്പം സ്ഥിതി വല്ലാതെ അറിയാലോ. അപ്പന് ഇപ്പൊ ഒരു കുഴപ്പമില്ല. അത് നീയല്ലേ പറയണത്? വെളും വെള്ളിയാഴ്ച ഒരു കാര്യം പറയണ്ട അത്ര ഞാൻ ഈ ഒരു തുള്ളി കള്ള് നീ അപ്പന് കൊടുത്തു കഴിഞ്ഞാല് നിന്റെ പവറ ഞാൻ അടിച്ചു പൊളിക്കും. എന്തെങ്കിലും വിശേഷങ്ങള്? അല്ലാതെ ഇവനെന്ത് കള്ളു കുടിച്ചോ മോനെ? കഴിച്ചു പറയാനൊന്നുമില്ല ഏട്ടത്തി, ലേശം. അത് വേണ്ടായിരുന്നു മോനെ. ഇവന്റെ സ്ഥിതി അറിഞ്ഞൂടെ നമുക്ക്? അപ്പനെങ്ങനെയുണ്ട്? സർക്കിൾ ഇൻസ്പെക്ടർ ആയാലും നമുക്കൊരു അഭിമാനമാണ്. മോനെ കളിക്കാൻ നോക്കും. അച്ഛനിപ്പോ എങ്ങനെയുണ്ടോ? ഒന്നും കുറവൊന്നും പറയാറായിട്ടില്ല മോനെ. ഈ കണക്കിന് നല്ലോണം കുറയും നിനക്ക്. ആയുസാണെന്ന് മാത്രം. തള്ളു 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 തള്ളാസു വണ്ടി, തള്ളു 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 തല്ലിപ്പൊളി വണ്ടി, തള്ളു 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 പന്നാസു വണ്ടി, തള്ളു 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 തല്ലിപ്പൊളി വണ്ടി. ആട്ടുമ്പോലത്തെ ചെന്നായ്ക്കള് അച്ഛനെതിരെ അധികം വൈകാണ്ട് കുഴിയിൽ കിടക്കുന്ന തോന്നണേ. അമ്മയ്ക്കൊന്ന് പറഞ്ഞോടെ കള്ളൂർ സഭ ഒന്നും ഇവിടെ പറ്റില്ലെന്ന്? ഞാൻ പറഞ്ഞാ കേൾക്കാൻ പോകുന്ന ഒരാളുകളോ? ആരമ്മ ഈ കച്ചറകള്? അതെ, അച്ഛന്റെ പഴയ കൂട്ടുകാരാ സർവീസിലുള്ളത്. അടിച്ചാലകത്ത് കയറ്റാൻ പറ്റാത്ത സാധനങ്ങള്. അതൊക്കെ പറയും മോളെ തഹസിൽദാര്. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വകതിരിവ് വേണ്ടേ? വകതിരിവ് വട്ടപൂജ്യം. പൂജ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നേ. ഞാൻ പണ്ട് പഠിക്കുന്ന കാലത്ത് എന്റെ ക്ലാസ്സിൽ 42 കുട്ടികളുണ്ടായിരുന്നു. ഈ 42 കുട്ടികളില് എനിക്ക് മാത്രം പൂജ്യം കിട്ടിയിട്ടില്ലേ. വേറെ ഒരു ശതമാനം പൂജ്യം കിട്ടിയിട്ടില്ല. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടാ. പൂജ്യത്തിന് സങ്കടം വന്ന എനിക്ക് സങ്കടമാവും. സർവാംഗം വെള്ള എന്നിട്ട് വെള്ളടി. തഹസിൽദാരാണ് പോലും തഹസിൽദാർ. കള്ളു വയറൻ. ഈ വയറിന്റെ ഒരു കാര്യം, മുഖം എത്ര സുന്ദരമാണെന്ന് പറഞ്ഞാലും വയറ് ചാടിയാൽ തീർന്നില്ലേ കഥ. ചേച്ചിയുടെ വയറിനെ കുറിച്ച് പണ്ടാർക്കാലം ആനയ്ക്കൊത്തിരി വയറുണ്ട്, കാലാണെങ്കിൽ 4ഉണ്ട്, തുമ്പിക്കൈ 1ഉണ്ട്, വാലാണെങ്കിലോ 1ഉണ്ട്. പണ്ടാറടങ്ങാൻ അയാളെ എന്റെ കൈ കൊണ്ട് ചാവും തോന്നുന്നുണ്ട്. എല്ലാം ഒരു ചാൻ വയറിന് വേണ്ടിയാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ പലർക്കും ഇന്നൊരു ചാൻ വയറെന്ന് പറയുന്നത് ചാക്ക് വയറാണ്. പലർക്കും ഒരു ചാക്ക് വയറ്. തേണ്ടികള് മനുഷ്യന് നാണം കെടുത്താൻ. അയാളെ ചിരി കണ്ടില്ലേ? തോറ്റ ചോറ് കൊടുക്കാൻ തോന്നും. ഇവിടെ നിന്ന് നാണം കെടണ്ടേച്ച് നമുക്ക് പോവാം.
പിള്ളേരോ? അവര് ആ കുളത്തിന്റെ അവിടേക്ക് പോയിട്ടുണ്ട്. സോളമ്മ, നീ പോയിട്ട് പിള്ളേരെ വിളിച്ചോടണേ. അതെ, അവരല്ലേ വരുന്നേ. ആന്റി, നമുക്ക് കളിക്കാം. പോവാ മക്കളെ നമുക്ക്. അമ്മ, നമുക്ക് കളിക്കാം. വാ നമുക്ക് പോവാൻ നോക്കാം. വാ അമ്മ, നമുക്ക് കളിക്കാം. നിങ്ങൾ വന്നേ, നമുക്ക് പോവാം. ഒരു മിനിറ്റ്, ഒറ്റൊരു മിനിറ്റ്. വലിമേ, ഞങ്ങള് കുറച്ചേരം കൂടി കളിച്ചോട്ടെ വലിമേ. എന്തിട്ട് കളിയത്? ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ എന്തോരാ കളിച്ചേക്കണേ. നിങ്ങളുടെ ഒരു കളി അപ്പാപ്പ അവിടെ വയ്യാണ്ടിരിക്കുക. അപ്പൊ അവിടെ കള്ളു പിടിച്ചോണ്ടിരിക്കാന്ന് പറയും. അമ്മായി വരുമോ? അമ്മായി ഡോക്ടർ അല്ലേ? ഞാനിതൊക്കെ കളിച്ചിട്ട് നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ. എന്നാ നാത്തോന്ന് വന്നേ, നമുക്കൊന്ന് പിടിക്കാത്. പിന്നെ ഏട്ടേടി, എന്റെ അമ്മായിനൊന്ന് തോപ്പിച്ചിട്ടുള്ള കാര്യം. നീ 3 പ്രാവശ്യം തോറ്റൂട്ടാ. ഇത് ഞാൻ ജയിക്കും. അല്ല തോമസേ, നമുക്ക് ഉണ്ടാക്കൊന്ന് മുട്ടി നോക്കാം. വെല്ലുമ്പോൾ തോപ്പിക്കും. പിന്നെ കാണാം. നിങ്ങളെല്ലാരും ഇവിടെ ഇരുന്ന് കളിക്കുക. നിങ്ങള് വായോ, നമുക്ക് ചായ കുടിക്കുക. ചായയുടെ ഒക്കെ കളി കഴിഞ്ഞിട്ട്. ഹായ്, ഇതിപ്പോ എന്താ എല്ലാവരും കൂടിട്ട് ഇവിടെ? ഇത് നമ്മുടെ പണ്ടത്തെ കളി ചായ, കോഴിച്ചാട്ടെന്നൊക്കെ പറയില്ലേ, ആ കളി. കൊള്ളാം. അപ്പൊ കൂടണോ? വാ അപ്പ. ചായ അങ്ങനെ അപ്പാപ്പ വായ പാപ്പ. അപ്പാപ്പനെയൊക്കെ കൂട്ടോ നിങ്ങള്? സോളമ്മ, നീ എന്താ ഈ തമ്പ്രാന്റെ പോലെ ഇരിക്കണേ? എണീറ്റ് ഇവരൊപ്പം കളിച്ചൂടെ? എന്നെ നോക്കി എന്റെ മോള്, ഡോക്ടർ മോള്. അവൾക്ക് വല്ല അഹംഭാവം ഉണ്ടാ? കുഞ്ഞുനാളിൽ എന്തോരം കളിച്ചിരിക്കണേ, ഇപ്പോഴും അവള് കളിക്കില്ലേ? നീ ചെല്ലടാ, അവരൊപ്പം ഇരിക്കടാ. പാടാ. സോളമ്മ ശശിയായി, നിനക്ക് മനസ്സിലായില്ലേ? അപ്പനാ കസേര കെട്ടാൻ വേണ്ടിട്ട് നിന്നോട് പറഞ്ഞതാണ്. ആ, നീ അവിടെ പോയിരുന്നു കുഴിമടിയാൻ. നിങ്ങൾ വന്നടാ, ഇടുവാ, നമുക്കൊരു പിടി പിടിക്കാം. ഇത് പിടിച്ചേ. നീ ഇത് കളിച്ചിട്ടുള്ള ചെറുപ്പത്തില്? ആ, എന്നിട്ട് ഞാനേ കണ്ണട വെക്കട്ടെട്ടാ, എന്നാലേ എനിക്ക് ശരിക്കും കാണുള്ളൂ. ആ, പിടിച്ചേ. ആ, ഇത് കിട്ടിയില്ല, കിട്ടിയില്ല, കിട്ടി. അയ്യോ, ഇവൻ എന്നെ പൊട്ടിച്ചു. നീ പിടിക്കണടാ, ഇവൻ മറന്നിട്ടില്ല കളിയൊന്നും. ആ, കുഞ്ഞുമോൾക്ക് ഒരെണ്ണം നോക്ക, പിടിക്ക്. അയ്യോ, കുഞ്ഞുമോള് അപ്പാപ്പനെ പൊട്ടിച്ചു. ഇക്കൊല്ലത്തെ ക്രിസ്മസ് എന്തായാലും നന്നായി. എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ച് നല്ല സന്തോഷം മനസ്സിന്. ഇങ്ങോട്ട് കളി, കുട്ടികളല്ല സാറേ, മാർഗം കളി. ഒരു മാർഗം രണ്ട് കളിക്കുന്ന കളി സാറ് വന്ന കളിയില് ഞങ്ങളെ കൂട്ടുമോ? കുട്ടികളുടെ കളിയാ സാറേ. കളി നമ്മള് തമ്മിലാവുമ്പോ കളി വലിയതാവില്ലേ? എന്നാ സാറേ നമുക്കൊന്ന് മുട്ടി നോക്കാം. വാടോ മത്തായി. നമുക്കൊന്ന് മുട്ടിട്ടുള്ള ജോർജ് കുട്ടി, നീ എന്നിട്ട് സൽമാനെ, നീ വാടാ, നീ ഇരിക്കും. ഇവനായിട്ടൊന്ന് മുട്ട്. ഈ കിളിന്ന് ചെക്കനെ സാറൊന്ന് പിടിച്ചോ കാര്യം. ഇത് പിടിക്കാനായിട്ട് പിടിക്ക. എന്നാ ഒരു കൈ നോക്കിയിട്ടുള്ള കാര്യമല്ലോ. താടാ മത്തായി, ഇതൊന്നവരാ പോവാനേട്ടാ. കല്ലുട്ടിട്ട് കൈ വരക്കണേക്ക്, കല്ലുട്ടി ഫിറ്റായിട്ട് കൈ വരക്കണേക്ക്. എന്റെ കൈ വറക്കണ്ടല്ലോ. നിങ്ങളുടെ ആരുടെയെങ്കിലും കൈ വറക്കണ്ട? ഞങ്ങളൊന്നും കൈ വറക്കണില്ലല്ലോ. കൈ വറക്കണ്ടല്ലോ മത്തായി. ഞാൻ രണ്ടര അടിക്കേണ്ടി വരും, അപ്പോൾ നിക്കുള്ള. നീ വയസ്സായിട്ടാവോ? സാറിനേക്കാൾ വെച്ച് ഞങ്ങളുടെ അപ്പനുണ്ട്. അപ്പനൊന്ന് വന്നേപ്പാ, ഒന്ന് പിടിക്കേ. ഒരംഗത്തിനുള്ള ബാല്യം ഇപ്പോഴും ഉണ്ട് അല്ലേ മോളെ? നോക്കല്ലേ?
ഇപ്പോഴാ ഇത് വലിയവരുടെ കളിയായത്. സാറേ നോക്കല്ലേ? ആ പിടിക്ക് പിടിക്ക്. സാറേ കൈ വരച്ച് നടത്തി കുറച്ച്. കള്ളുപിടിച്ചിട്ടാണോ മത്തായി? നീ ഒന്ന് പിടിച്ചേ. പിടിക്കേ. വേണ്ട സാറേ. ഒന്ന് പിടിക്കും മത്തായിയെ. വേണ്ട സാറേ. വേണ്ട സാറേ. വില്ലേജ് ഓഫീസറുടെ കൈയും വിറയ്ക്കും. ആ ഇപ്പൊ കൈ വരയ്ക്കും, കൈക്കുരുവാൻ മാത്രം കൈ വരക്കില്ല അല്ലേ? ഓ അയാളുടെ ഒരു കണ്ണാടിയും കൂടും പൊടിച്ചപ്പോൾ എത്രയില്ലേ അയാള്. നമ്മുടെ അവിടെയുള്ള ബംഗാളിയുടെ പോലെ ഉണ്ടല്ലേ. ഇനി നിനക്ക് നോക്കണ ലാസറപ്പ, ലൂക്ക നിനക്ക് നോക്കണ, ഗബ്രിയലെ നിന്റെ കൈയും വിറയ്ക്കും. അത് വിറയ്ക്കാ പച്ചാ. സ്ഥിരമായി കള്ളുടിക്കുന്ന എല്ലാവരുടെയും കൈ വിറയ്ക്കും. പറഞ്ഞു കൊടുക്കും മോളെ. എന്റെ സിസ്റ്ററാ ഡോക്ടർ എലിസബത്ത്. പറയുമ്പോ വിഷമം വിചാരിക്കരുത് സാറേ. സാർ ഒരു സ്ഥിരം മദ്യപാനിയാ. ആൽക്കഹോൾ ഡിപ്പെൻഡ് സിൻഡ്രം എന്നാണ് ഇതിന് പറയാ. ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴേ മദ്യം വേണമെന്ന് തോന്നുക, പിന്നെ അത് കിട്ടിയില്ലെങ്കിലേ സാറിന് ഇപ്പൊ ഈ കൈവിറയിലുണ്ടായില്ലേ, അതുപോലെയുള്ള ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അപ്പൊ വീണ്ടും കുടിക്കണമെന്ന് തോന്നും. അതപ്പോ സാറിന്റെ പ്രശ്നം. അത് ഡോക്ടർ പറഞ്ഞത് ശരിയാ. എനിക്കിപ്പോ മദ്യം കഴിക്കാണ്ടൊന്നും രണ്ടായി. സ്ഥിരം മദ്യം ഉപയോഗിക്കുമ്പോഴേ നമുക്ക് ആവശ്യമായിട്ടുള്ള പല ന്യൂട്രിയൻസും കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഡയാമിൻ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 എന്നീ പല മൂലകങ്ങളും നമ്മുടെ ശരീരത്തിന് കിട്ടുന്നില്ല. ഇതെല്ലാം ബാധിക്കുന്നത് നമ്മുടെ ഞരമ്പുകളെയാണ്. അതുകൊണ്ടാണ് സാറിന് കൈവരയൊക്കെ വരുന്നത്. ഇതൊരു പുതിയ അറിവാണ് മാഡം. അത് മാത്രമല്ല, സ്ഥിരമായി മദ്യപിക്കുന്നവരുടെ ബ്രെയിനില് സെറിബെല്ലം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തെയും കൂടിയാണ് ഇത് ബാധിക്കുന്നത്. ഈ സെറിബെല്ലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ മൂവ്മെന്റ്സിനെയും കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പോ മദ്യപാനം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഡേഞ്ചറസ് ആണ്. എന്റെ നാത്തുംകുട്ടിക്ക് എന്റെ വക ഒരു ഉമ്മ. സാറൊന്ന് പിടിക്കേ സാറേ. സാറ് പിടിച്ചാ ശരിയാവില്ല മോളെ. സാറിന് പിടിക്കേ സാറേ. മത്തായി പിടിക്കും. മത്തായി വേണ്ട സാറേ. സാറ് പിടിക്കേ. ഏയ് മത്തായി പിടിക്കും. സാറ് പിടിക്ക് സാറേ. ഏയ് അത് മത്തായി പിടിച്ചാ മതി. മത്തായി അത് ശരി. പിടിക്ക് സാറേ. ഞാൻ പിടിച്ചാൽ ശരിയാവില്ല. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ മത്തായിയെ? മദ്യം ആരോഗ്യത്തിന് ഹാനികരം. എന്താ പറഞ്ഞേ? മദ്യം ആരോഗ്യത്തിന് ഹാനികര. മദ്യം ആരോഗ്യത്തിന് ഹാനികര. മദ്യം ആരോഗ്യത്തിന് ഹാനികര. ഇതാരാ പറയണെന്ന് മനസ്സിലായ? മദ്യം ആരോഗ്യത്തിന് ഹാനികരം. ഒന്നുകൂടി ഉറക്കെ പറ. മദ്യം ആരോഗ്യത്തിന് ഹാനികരം. ആരാ പറഞ്ഞേ? എന്താ പറഞ്ഞേ? മദ്യം ആരോഗ്യത്തിന് ഹാനികരം. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം.